ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കരുണാകരക്കുറുപ്പിന്റെ മകൾ ഹരിതയ്ക്ക് മനോജ് എന്നൊരു ഭർത്താവില്ല. ഡിവോഴ്സ്. അത് തന്നെയാ ഈ കുറുപ്പിന്റെ ഉറച്ച തീരുമാനം. അത് ഒന്നുകൂടി പോടി. എന്താ രണ്ടാൾ വെളിയിൽ തന്നെ നിൽക്കുന്നേ? കേറി ഇരിക്കും വന്ദനേച്ചി. പഞ്ചസാര തീർന്നുപോയി. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങാൻ പോയതാ. മീനാക്ഷി, അച്ഛനും അമ്മയ്ക്ക് എവിടെ? അച്ഛന് നെഞ്ചത്ത് ചെറുതായിട്ടൊരു ഗ്യാസ് കയറി. ഈശ്വരാ, അത് കാണിക്കാൻ രണ്ടാളും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റലിലാ പോയിരിക്കുന്നേ? ഇവിടെ അടുത്ത് ഗീത ഹോസ്പിറ്റലാ പോയത്. അവരിപ്പോ ഇങ്ങെത്താറായിട്ടുണ്ടാവും. നിങ്ങൾ കയറിവാ, ഞാൻ കട്ടനിടാം. പാല് തീർന്നുപോയി. നെഞ്ചുവേദനയായിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ മീനാക്ഷിക്കും കൂടെ കയറി പൊക്കൂടായിരുന്നോ? രണ്ടാളെ ഒറ്റയ്ക്കാണോ വിടുന്നത്? ജഗ, വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വന്ദനേച്ചി, അച്ഛന് അത്രയ്ക്ക് വലിയ പ്രശ്നം. ദേ അവരിങ്ങെത്തി. അല്ല, ഇത് ആരൊക്കെയാ? നിങ്ങൾ എപ്പോ എത്തി? മീനാക്ഷി, ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? എന്താ മോളെ? എന്താ മോളെ? മോളെ, നിനക്ക് എന്താ പറ്റിയത്? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഈ എഞ്ചിനെ ഒരു കുഴപ്പമില്ലാതെ കുറച്ചു നാൾ കൂടി ഓടിപ്പോവും. മോൾക്കിത് എന്തു പറ്റി? എവിടെ ദിയമോള്? അവളെ കൊണ്ടുവന്നില്ലേ? ഇല്ലമ്മേ, അച്ഛനെന്തോ വലിയ ആപത്ത് വന്നതായിട്ട് വന്ദന സ്വപ്നം കണ്ടു. അപ്പം മുതൽ തുടങ്ങിയതാ ഈ വെപ്രാളവും ഭ്രാന്ത് കാണിക്കലും ഒക്കെ. അച്ഛന് യാതൊരു കുഴപ്പമില്ല, കണ്ടല്ലോ. ഇത് പഴയ എഞ്ചിനാ മോളെ, പെട്ടെന്നൊന്നും ഒരു കുഴപ്പവും വരില്ല. ഇനി എല്ലാരും അകത്തോട്ട് കയറിവാ. ഊണ് കഴിച്ചിട്ട് ഇവരെ വിടുന്നുള്ളൂ. എന്റെ മരുമോള് പറഞ്ഞ പിന്നെ എതിർവാക്കില്ല. അകത്തേക്ക് വാ, കേറി. അല്ല, അത് സംശയിക്കണ്ട സർ, ആള് മലയാളി തന്നെയാ. എന്തു പറ്റിയതാ? ഒന്നുമില്ലമ്മേ, ഒരു ജോലി കിട്ടി. ജോലിക്കിടയിൽ കൈയൊന്നും ഉറഞ്ഞതാ. എന്താ പറ്റിയത്? പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഞാൻ ചോദിച്ച കേട്ടില്ലേ എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയെന്നോ? ഇനി എന്താ പറ്റാൻ? പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്തേണ്ടത് തന്തമാരല്ല,
പെറ്റിട്ട തള്ളയാ. പഠിക്കാൻ ഇറങ്ങിപ്പോകുമ്പോ അവള് പഠിക്കാനാണോ പ്രേമിക്കാനാണോ പോകുന്നെന്ന് നീ തിരക്കണമായിരുന്നു. അവൾക്ക് ഒരു അലവലാതി ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതിന് ശേഷമാ. ഭാര്യയെ നീ വരെ എന്നിൽ നിന്നും അത് ഒളിച്ചു വച്ചു. എടി, നേരത്തെ കൂട്ടി എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നിട്ടാണെങ്കിലും ആ വൃത്തികെട്ടവനെ ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേനെ. അതിനിവിടെ എന്താ ഇത്രമാത്രം സംഭവിച്ച്? നിന്റെ മരുമകൻ എന്നെ നാണം കെടുത്താൻ കൂലിപ്പണിക്ക് പോവുക. എടി, ഇതിൽ പരി എന്ത് നാണക്കേടാ വരേണ്ടത്? ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എനിക്ക് വരാനുള്ളത് എന്നെ തകർക്കാൻ അവൻ ബോധപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്നതാ. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ കരുണാരക്കുറിപ്പില്ല. രണ്ടിലൊന്ന് നിനക്ക് തീരുമാനിക്കാം. രണ്ടിലൊന്നോ എന്നുവെച്ചാ? ഒന്നുകിൽ ഹരിതയും മനോജുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വേർപെടുത്തണം. ദേ, മനസ്സിലായില്ലേ? ഇടി കോർപ്പറേറ്റ് ഡിവോഴ്സ് എന്ന്. അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് നിന്റെ കെട്ടിയോന്റെ ജയിലിലേക്കുള്ള പോക്ക്. എന്തൊക്കെയാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നേ? മനോജിന്റെ കുഞ്ഞല്ലേ ഹരിതയുടെ വയറ്റിലുള്ളത്. ഹരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അവൾ ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ അത് അവളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കും. അതുകൊണ്ടത് പാടില്ല. പിന്നെ അവരെ ഞാൻ തോളി ചുമക്കണോ? കുറുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കരുണാരക്കുറുപ്പിന്റെ മകൾ ഹരിതയ്ക്ക് മനോജ് എന്നൊരു ഭർത്താവില്ല. ഡിവോഴ്സ്. അത് തന്നെയാ ഈ കുറുപ്പിന്റെ ഉറച്ച തീരുമാനം. അത് ഒന്നുകൂടി പോടി. ഹലോ, വർഷ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? വർഷ, ഞാൻ വിക്രം. അതിനെനിക്കെന്താ? മാനത്തെ കൊട്ടാരം